കേരളത്തിൽ കുടിവെള്ളം അത്ര സുലഭമല്ല, പക്ഷേ മദ്യം സുലഭമാണ്. മദ്യം വാസ്തവത്തിൽ കേരളത്തെ മുക്കിക്കൊല്ലുകയാണ്. മദ്യത്തിൽ മുങ്ങി കേരളം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊല്ലുന്നത് ആരാ? അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ പനമ്പള്ളി നഗർ, എറണാകുളത്താണ് പനമ്പള്ളി നഗർ. ആ പനമ്പള്ളി നഗർ നടന്ന ഒരു സംഭവം, ഒരാൾ മുടി വെട്ടാൻ പോയതാണ്. മുടി വെട്ടിയപ്പോൾ നേരത്തെ വെട്ടിയ കടയിൽ നിന്ന് ഉള്ളതിനേക്കാൾ 20 രൂപയുടെ ഒരു വ്യത്യാസം വന്നു. ആഹാ, അങ്ങനെയാണോ എന്ന് പറഞ്ഞ് മുടി വെട്ടിയ മനുഷ്യൻ നേരെ വീട്ടിൽ പോയി ഒരു കൂടമെടുത്തു കൊണ്ടുവന്ന് സലൂണിൻ്റെ ഉടമയുടെ തലയ്ക്ക് അടിച്ചങ്ങ് പൊട്ടിക്കുക. അദ്ദേഹത്തിന് ഈ മദ്യത്തിൻ്റെ വില കൂടുന്നൊന്നും പ്രശ്നമല്ല, പക്ഷേ ഇവിടെ കൂലി ഒരു 20 രൂപ കൂട്ടി. പാവപ്പെട്ട ബംഗാളി തൊഴിലാളികളാണ് ഇപ്പോൾ മുടിവെട്ടൊക്കെ നിർവഹിക്കുന്നത്. ഇപ്പോൾ മലയാളം പറയുന്ന ബാർബർമാരും ഇല്ല. നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും ചൈനയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന, വാചാലമായിട്ട് സംസാരിക്കുന്ന ബാർബർമാരുടെ ആ കാലമൊക്കെ പോയി. ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്നതാണ്. ബംഗാളിയിലോ ഹിന്ദിയിലോ സംസാരിക്കണം, അവർക്ക് മനസ്സിലാവണമെങ്കിൽ. അങ്ങനെയാണ് നമ്മുടെ സലൂണുകളിൽ നടത്തുന്ന ആൾക്കാർ. ആ ഓരോ കൂടമെടുത്ത് അടിയാണ്. കഴിഞ്ഞ രാത്രി നടന്ന സംഭവമാണ്. ഇതുപോലെ കേരളത്തിലെമ്പാടും ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ നടക്കുന്ന ലഹളകൾ, പീഡനങ്ങൾ ധാരാളമാണ്. അങ്ങനെ അമിത മദ്യപാനം കഴിഞ്ഞ് വണ്ടി ഓടിച്ചു പോയി അപകടത്തിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെയധികം കൂടിക്കൂടി വരികയാണ്. അപകടങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമോ, ഗാർഹിക പീഡനങ്ങൾ, വീട്ടിനകത്തുള്ള സ്ത്രീകളെ മർദ്ദിക്കുകയും അവരെ ആത്മഹത്യയുടെ മുനമ്പിലെത്തിക്കുകയും ചെയ്യുന്ന തരത്തിൽ മദ്യപാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതാ നമ്മുടെ കേരള ഗവൺമെൻറ് അതിന് ഒരു വരദാനമായിട്ടിതാ അനുവദിച്ചിരിക്കുന്ന ഒരു ആപകൽ മദ്യവിൽപ്പന. അതായത് ബാറുകളിലെ മദ്യവിൽപ്പനയുടെ സമയത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പരിധികളെല്ലാം എടുത്തു കഴിഞ്ഞുകൊണ്ട് കുടിക്കുവിന് ആസ്വദിക്കുമെന്ന് പറഞ്ഞ ബാറുകളുടെ എല്ലാം സമയക്രമമെല്ലാം ആകപ്പാടെ പരിഷ്കരിച്ചിരിക്കുന്നു. നിങ്ങൾ മദ്യത്തിൽ മുങ്ങി മരിച്ചുകൊള്ളൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. കാരണം ഇടതുമുന്നണി ഗവൺമെൻറ് 3ാം പിണറായി ഇതാ വീണ്ടും വരാൻ പോകുന്നു. അവന് വേണ്ടി നിങ്ങൾ മദ്യപിക്കൂ, സന്തോഷിക്കൂ, ആറാടൂ എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടും ഒക്കെ മദ്യവിൽപ്പനയുടെ സമയവും കൂട്ടിയിരിക്കുന്നു. നമ്മളൊക്കെ വിചാരിക്കും മദ്യം കഴിക്കുന്നവരുടെ, മദ്യപന്മാരുടെ, കുടിയന്മാരുടെ, മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ കുടിയന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. അല്ല, ഇതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. സത്യമൊന്നും പറയാത്ത ഇടതുമുന്നണി ഗവൺമെൻറ്, സത്യാനന്തര കാലത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അവതാരമായിട്ടുള്ള ഈ ഗവൺമെൻറ് ചെയ്തതിന് പിന്നിൽ വലിയൊരു ചേതോവികാരമുണ്ട്. ആ ചേതോവികാരം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബാർ കോഴക്കേസ് എന്ന് പറയുന്ന ഒരു സംഭവം. മാണി സാറിൻ്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച, അതുപോലെ തന്നെ മാണി സാറ് നാണം കുണുങ്ങി വലതുമുന്നണിയിൽ നിന്ന് ഇടതുമുന്നണിയിലേക്ക് പോയ ആ കാലഘട്ടം, മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നുള്ള പ്രലോഭനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അത് ഓഫർ ചെയ്തു. അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടി നാണം കുണുങ്ങി മാണി സാറ് പോയ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നോട്ട് എണ്ണുന്ന യന്ത്രം വീട്ടിൽ വെച്ചുകൊണ്ട് അഴിമതിക്കുള്ള പണം എണ്ണിക്കൊണ്ടിരുന്ന മാണി സാറിനെ പറ്റി, കരിങ്ങോടിൽ വീട്ടിലെ വോട്ടല്ല മണി കൗണ്ടിങ് മെഷീൻ്റെ കാര്യമൊക്കെ വലിയ ചർച്ചയായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളുടെ പുളകങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആണ് ഈ ബാർ സമയം ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്, മദ്യലഭ്യതയുടെ അളവ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ കേരളീയർക്ക്, മദ്യപന്മാർക്ക് പ്രത്യേകിച്ചും ഇതിൽ പരം സന്തോഷമുള്ള ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്നുള്ളതാണ് കാര്യം. കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഓരോ ബാർ ഉടമയോടും അവരുടെ വരുമാനത്തിൻ്റെ 5% വീതം കേരള ഗവൺമെൻറ് പിരിവായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 5%. വളരെ ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ടാണ്, വലിയ തുക തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൂടാതെ അവരുടെ ലാഭവിഹിതത്തിൻ്റെ ഇപ്പോൾ അത് കൂട്ടുമ്പോൾ ഒരു വലിയ ലാഭം കിട്ടുമല്ലോ, അതിൻ്റെ ഒരു 10% കൂടി ഗവൺമെൻറ്റിന് കൊടുക്കണം. ഗവൺമെൻറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനല്ല കൊടുക്കണ്ട കേട്ടോ, ഇടതു മുന്നണിക്ക്, പാർട്ടിക്ക് കൊടുക്കണം. മാണി സാർ വാങ്ങിച്ചതുപോലെ ഗവൺമെൻറ്റിനല്ല, ഗവൺമെൻറ് ഈ സൗജന്യം ചെയ്തു കൊടുത്തതിന് പാർട്ടിക്ക് കൊടുക്കണം. പാർട്ടിക്ക് എന്തിനായത്? പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാൻ. ഇങ്ങനെ വാങ്ങിക്കഴിയുമ്പോൾ പാർട്ടിയിലെ അല്ലെങ്കിൽ മുന്നണിയിലെ ആരെങ്കിലും പാര വയ്ക്കുമോ എന്ന് കരുതി, കുഴപ്പമില്ല, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്കും തരാം വിഹിതം. അങ്ങനെ ഘടകകക്ഷികൾക്കും ഇതിൻ്റെ വിഹിതം കൊടുക്കും. അങ്ങനെ ആ വിഹിതം അങ്ങനെ തുല്യമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ കച്ചവടം നടത്തിയത്. തെരഞ്ഞെടുപ്പ്
അടുക്കുന്നതിന് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് സമയം കൂട്ടിക്കൊണ്ടുള്ള അനുമതി. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെന്നാണ് പറയുന്നത്. എന്തേ ഇവിടെ ടൂറിസ്റ്റുകൾ മുമ്പ് വന്നിട്ടില്ലേ? ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ വരുന്ന സീസൺ അല്ലല്ലോ ഇത്, ടൂറിസ്റ്റ് സീസൺ അല്ലല്ലോ. അപ്പം പിന്നെ പെട്ടെന്നൊരു പ്രകോപനവും പ്രചോദനവും ഉണ്ടായിക്കൊണ്ട് ഇത് വർദ്ധിപ്പിക്കേണ്ട കാര്യം എന്താ? സമയം വർദ്ധിപ്പിച്ചുകൊണ്ട്. ഈ മദ്യപാനം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ മദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിരോധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഭാഗ്യക്കുറയുടെയും മദ്യത്തിൻ്റെയും വരുമാനം കൊണ്ടാണ് ഈ ഗവൺമെൻറ് കരകയറി നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. വേറെ വരുമാന മാർഗങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ജനങ്ങളെ ദോഷമായി ബാധിക്കുന്ന സാത്താന്മാരുടെ ആയിട്ടുള്ള ലഹരി, ആ ലഹരിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ജനങ്ങളിൽ നിന്ന് പിരിവെടുക്കാൻ കഴിയത്തുള്ളൂ. ജനങ്ങളെ പിഴിയുന്നത് അങ്ങനെയാണ്, പിഴിയുകയാണ് വാസ്തവത്തിൽ. കാരണം ഒരു പെയിൻറ്റർ പോയി കഴിഞ്ഞാൽ അവൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 75% ഈ വൈകുന്നേരം വരുമ്പോൾ കൂലിയായിട്ട് കിട്ടുന്ന ഇതിൻ്റെ 75% കുപ്പി വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വരുമാനമെല്ലാം ചോർന്നു പോവുകയാണ് അവരുടെ പോക്കറ്റിൽ നിന്ന്. പിന്നെ എങ്ങനെയാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടിക്കാനാവുക? നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്താൽ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുമോ? ക്ഷേമ പെൻഷനും കൊണ്ട് നേരെ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പലരും എങ്ങോട്ട് പോകും? ബാറിലേക്ക് പോകും. കാരണം ലഭ്യമാണ്. ഈ ലഭ്യത വന്നു കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് പോകും. അവിടെ കിട്ടുമല്ലോ, അങ്ങോട്ട് പോകാം. ഇല്ലെങ്കിൽ അനങ്ങത്തില്ല, പ്രചോദനം ഉണ്ടാവത്തില്ല. ഇത് എത്രയോ നാളായിട്ട് എത്രയോ പുരോഹിതന്മാരും അതുപോലെ തന്നെ സജ്ജനങ്ങളും സദ്വചനമായിട്ട് എത്രയോ പറയുന്നു. ഇവിടെ വെട്ടാൻ വരുന്ന പോത്തിൻ്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അത് ജലത്തിൽ വരച്ച രേഖ പോലായി തീർന്നിരിക്കുകയാണ്. ആ തരത്തിലൊരു പതനത്തിലേക്കാണ് കേരള ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഗുഡൻസ് എന്ന് പറഞ്ഞാൽ MP രാജേഷ് പറഞ്ഞു, ഞങ്ങളിത് പ്രതിപക്ഷവുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലൊക്കെ. അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഇതെല്ലാം പരമസത്യം, അതിനപ്പുറം വേറെ സത്യമില്ലെന്ന്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങളുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം MP രാജേഷ് പ്രതികരിച്ചിട്ടില്ല. ഇത് ചുമ്മാതെ ജനാധിപത്യപരമായിട്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന് പറയുകയാണ്. പക്ഷേ ഏകപക്ഷീയമായിട്ട് ആണ് ഈ തീരുമാനം എടുത്തതെന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. വാസ്തവത്തിൽ ഇതെന്തെല്ലാം കള്ളത്തരങ്ങളാണ്. ശബരിമല കൊള്ള, അത് കഴിഞ്ഞ് ആഗോള സംഗമക്കൊള്ള, അത് കഴിഞ്ഞിട്ട് ഈ വീടാന്തരം കയറി ഇറങ്ങി ചോദിക്കുന്ന ആ പരിപാടിയുണ്ടല്ലോ, സർവേ കൊള്ള, സർവത്ര കൊള്ള. കള്ളമല്ല പറയില്ല, ഒരു കാര്യത്തിലും കള്ളമല്ലാതെ പറയില്ല. അവിടെ ഒരാളിനെ പിടിച്ചു വച്ചിരിക്കുന്നു. ശബരിമലയുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ശബരിമലയല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടൊരാൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ IAS നിയമിച്ചാലുള്ള ഒരു ഗുണം. ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് പെൻഷൻ കൂടാതെ വേറെ വരുമാനവും കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വളരെ സുന്ദരമായിട്ട് ജീവിക്കാനും കഴിയുമല്ലോ. അതുപോലെ ജഡ്ജിമാരെ വിളിച്ചിട്ട് ഓരോ പദവി കൊടുക്കുക. അപ്പോൾ അവർ ജഡ്ജിമാരായിരിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള വിധി പ്രസ്താവിക്കും. ഇതാണ് അതിൻ്റെ സൗകര്യം. നോക്കൂ, നിങ്ങളിപ്പോൾ കണ്ടോ, സർവേയിലെ ജഡ്ജി നിരപേക്ഷമായിട്ടുള്ള ഒരു വിധി കൊണ്ടുവന്നു, ഗവൺമെൻറ്റിനെതിരായിട്ട് വിധി കൊണ്ടുവന്നു. ആ ചങ്കൂറ്റമാണ് ജഡ്ജിമാർക്ക് വേണ്ടത്. ഞാനിങ്ങനെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു പോസ്റ്റ് കിട്ടുമല്ലോ എന്നുള്ള വിചാരം വിധിയെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് റിട്ടയർഡ് ജഡ്ജിമാർക്ക് ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റുകളിൽ ഗവൺമെൻറ്റിൻ്റെ നിയമനം നൽകാൻ പാടില്ല. അതൊരു 7 വർഷത്തേക്ക് മരവിപ്പിക്കണമെന്നൊരു ചിന്തയുണ്ടായി, അതിനുള്ള ആലോചനകൾ ഉണ്ടായത്. ഫലം ഇവിടെ ഇപ്പോൾ നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ അഴിമതി തടയാൻ വേണ്ടി നിയുക്തമായിട്ടുള്ള ലോകായുക്ത, ആ ലോകായുക്തയുടെ സഹായത്തോടുകൂടി മുഖ്യമന്ത്രിയെ അന്വേഷണ പരിധിയിൽ നിന്ന് അങ്ങ് മുക്തനാക്കി. എന്ത് അഴിമതി മുഖ്യമന്ത്രി കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയുണ്ടാക്കി. അദ്ദേഹത്തിന് വീണ്ടും ഓംബുഡ്സ്മാനായിട്ട് പോസ്റ്റിംഗ് കൊടുത്തു. ഇതാണ് കേരളം. അഴിമതിയെ എങ്ങനെ അവർ സംരക്ഷിക്കുന്നു? അവർ ജനങ്ങളെ അല്ല സംരക്ഷിക്കുന്നത്, അഴിമതിയെയാണ്, പാർട്ടിയെയാണ്. പാർട്ടി മാത്രമാണ്. പാർട്ടി എന്തിനാണ്? അഴിമതി നടത്താനാണ്. ഇതാണ് അവരുടെ ജനാധിപത്യ കോൺസെപ്റ്റ്. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, വിജയകരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.